Hello, welcome to another episode of Tasty Treats. ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മുട്ട ഒരെണ്ണം, നാരങ്ങ അര കഷ്ണം, വെളുത്തുള്ളി ചെറിയ കഷ്ണം, ഇത് ഓപ്ഷണലാണ്, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഇതും ഓപ്ഷണലാണ്, ഉപ്പ് അര ടീസ്പൂൺ, എണ്ണ 1 കപ്പ്. ഏതെങ്കിലും അൺഫ്ലേവേർഡ് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ചിലർ ഒലിവ് ഓയിലും ഉപയോഗിക്കും. ഇനി നമുക്ക് മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. പിന്നെ നമുക്ക് ഒരു ബ്ലെൻഡർ ജാർ എടുക്കാം. അതിലോട്ട് ആദ്യം നമ്മുടെ ഒരു മുട്ട പൊട്ടിച്ചിടാം. പിന്നെ നമുക്ക് അര നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. പിന്നെ വെളുത്തുള്ളി, പിന്നെ പെപ്പർ പൗഡർ, പിന്നെ ഉപ്പ്, ഇത്രയും ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എണ്ണ പാർട്ടായിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എണ്ണ പാർട്ടായിട്ട് ഒഴിക്കാം. നമുക്കൊരു 3 പാർട്സ് ആയിട്ട് ഒഴിച്ച് വേണം ബ്ലെൻഡ് ചെയ്യാൻ. ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളിപ്പം ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചിട്ട് ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൂടെ എണ്ണ കുറച്ച് ഒഴിച്ചും ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒരു 1 കപ്പിൻ്റെ 1/3 പാർട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ഞാനിപ്പം നമ്മുടെ ബാക്കിയുള്ള എണ്ണയും കൂടെ ഒഴിച്ചു. ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയും കൂടെ ഇട്ട് കഴിഞ്ഞ് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലിരിക്കും. നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും കട്ടി മതിയോന്ന്. ഇത്രയും കട്ടി പോരെങ്കിൽ ഇച്ചിരി നേരം കൂടെ ബ്ലെൻഡ് ചെയ്യാം. ഇപ്പം എനിക്ക് ഈ കട്ടി കറക്റ്റാണ്. ഇപ്പം ഞാൻ ബ്ലെൻഡിങ് നിർത്തുവാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടി, ആവശ്യത്തിനുള്ള കട്ടിയുണ്ട് മയോണൈസിന്. നിങ്ങൾക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിനി ഇത് ഒരു സെർവിങ് ജാറിലോട്ട് മാറ്റാം, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട്. അപ്പം നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തിക്ക് ആൻഡ് ക്രീമി ആണ്. നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് എന്തോരം തിക്നെസ് വേണം അത്രയും വെച്ച് നിർത്താം. നിങ്ങൾ എണ്ണ ഒഴിച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തുറന്ന് നോക്കുക നിങ്ങൾക്ക് വേണ്ട അത്രയും കട്ടി ആയിട്ടുണ്ടോ എന്ന്. കട്ടി ആയിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള തിക്നെസ് ആയിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യുന്നത് നിർത്തുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മയോണൈസിൻ്റെ തിക്നെസ് കൺട്രോൾ ചെയ്യാം. ഞാൻ ഈ എടുത്ത ക്വാണ്ടിറ്റി വെച്ച് എനിക്ക് 250 grams മയോണൈസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 days നിൽക്കും. നമ്മൾ ലൈം യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും അൺഫ്ലേവേർഡ് ഓയിൽ ഉപയോഗിക്കാം. പിന്നെ ഗാർലിക്കും പെപ്പർ പൗഡറും അത് ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. അത് കമ്പൽസറി അല്ല. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്റ്റേർഡ് പൗഡറും ആഡ് ചെയ്യാം ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ. പിന്നെ ഷുഗറും ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ മയോണൈസ്, ഈസി ആയിട്ടുള്ള മയോണൈസ് റെഡിയായി. ഒട്ടും ടൈം കൺസ്യൂമിങ് അല്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തിയർ ആണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾക്കിത് സാലഡ്സിൻ്റെ കൂടെയും സാൻഡ്വിച്ചിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഡിപ്പായിട്ടും ഒക്കെ ഉപയോഗിക്കാം മയോണൈസ്. സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിപ്പോൾ ഇത് 2 minutes എടുത്തു ഈ മയോണൈസ് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് 1-2 minutes ഒക്കെ എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഈ ഓയിൽ ഫുള്ള് അറ്റ് എ ടൈം ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. ഇങ്ങനെ പാർട്സ് ആയിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. വേറെ ഒന്നും ടൈം എടുക്കത്തില്ല. അപ്പം ഹോപ്പ് യു ഓൾ ലൈക്ക് അവർ എപ്പിസോഡ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ അടുത്ത റെസിപ്പിയായി വരുന്നവരേക്കും മറക്കണ്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.